നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിസ്റ്റർ സി പി ജോൺ സർ, നിങ്ങൾ ഒരിക്കൽ പോലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതായത് ഈ സദ്യ കൊടുത്തതിന് ശേഷം മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന സമീപനമായിപ്പോയി നമ്മുടെ സി പി ജോൺ എന്ന് പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നടപടി അല്ലെങ്കിൽ വാക്കുകൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഇവിടെ ഒരു പദ്ധതി ആരംഭിക്കുന്നു, പ്രിയദർശിനി. അതിന് KSRTCയിലെ ഓർഡിനറി ബസ്സുകളിൽ അവർക്ക് സൗജന്യ യാത്രയും തരപ്പെടുത്തി നൽകുന്നു. ഇതൊരു സ്ത്രീയും ഇതിനു മുൻപ് സമരം ഇരുന്നിട്ടില്ല. ഞങ്ങൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര വേണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് KSRTC ഓർഡിനറി ബസ്സിൽ പ്രിയദർശിനി എന്ന പേരിട്ടായിരിക്കണം ആ പ്രോജക്റ്റ് നടപ്പിലാക്കേണ്ടത് എന്നും CP ജോൺ എന്ന് പറയുന്ന CMP നേതാവിനോട് ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിലെ ഒരു സ്ത്രീ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ സൗജന്യ യാത്ര ആഗ്രഹിക്കുന്നവരാണെന്ന്. അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് സ്ത്രീകളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ വോട്ടുകൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ വരുത്തി വെച്ച ഒരു കപട നാണയമാണ് അക്ഷരാർത്ഥത്തിൽ പ്രിയദർശിനി എന്ന് പറയുന്ന ഈ ഒരു സൗജന്യ ബസ് യാത്രാ പദ്ധതി. ആ കപട നാണയം കാരണം ഉണ്ടാകാൻ പോകുന്ന ഇവിടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന KSRTCക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടം വളരെ വലുതാണ് എന്നറിയാവുന്ന ആൾക്കാർ തന്നെയാണല്ലോ ഇപ്പം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ ഒരു മാസം കഴിയുമ്പോൾ 75 കോടി രൂപ നഷ്ടത്തിലേക്ക് നിൽക്കുകയാണ് KSRTC എന്നുള്ള നഗ്ന സത്യം CP ജോണിനെ പോലെ ഒരു വിശാരദനായ ഒരു മന്ത്രിക്ക് അറിയില്ല എന്നുണ്ടോ? അത് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, സദ്യ വിളമ്പിക്കൊടുത്തിട്ട് അവരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ നമ്മളുടെ ഈ മന്ത്രി എന്ന് തന്നെ പറയേണ്ടി വരും. സ്ത്രീകളെല്ലാം സൗജന്യം ആഗ്രഹിക്കുന്നവരാണ്, അവരെല്ലാം സൗജന്യം കിട്ടുമെന്ന് കരുതി തള്ളിക്കേറി ബസ്സിലേക്ക് വരുന്നു. അതല്ലേ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. എന്നിട്ടോ കുട്ടികളെയെല്ലാം ഇവിടെ സർക്കാർ സ്കൂളിൽ വിടാതെ ഈ പറയുന്ന സ്വകാര്യ സ്കൂളുകളിലേക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നു. എവിടെയെങ്കിലും അസുഖമായി കഴിയുമ്പോൾ ഭർത്താവിനെയും അച്ഛനെയും കൊണ്ട് ഈ പറയുന്ന സർക്കാർ ആശുപത്രികളുടെ തിണ്ണയിൽ കിടക്കുന്നു, ഇങ്ങനെ വരാന്തയിൽ കിടക്കുന്നു. ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കാൻ പാടുണ്ടോ? ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട്? തെറ്റല്ലേ? തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങൾ ചോദ്യം ചെയ്തത്, അല്ലെങ്കിൽ CP ജോൺ എന്ന് പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രി ചോദ്യം ചെയ്തത് ഈ നാട്ടിലെ സ്ത്രീകളുടെ മാനത്തെയാണ്, അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനെയാണ് CP ജോൺ എന്ന് പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രി ചോദ്യം ചെയ്തത്. എന്താണ്, ഈ സ്ത്രീകളെല്ലാം സൗജന്യത്തിന് വേണ്ടിയാണോ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത്? ഇവിടെ ഏറ്റവും ഒടുവിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തില്ലെന്നേ. ഇതിന് കൃത്യമായ ഗൃഹപാഠം ചെയ്തുകൊണ്ടായിരിക്കണമായിരുന്നു ഈ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കേണ്ടിയിരുന്നത് ഇതിനു മുൻപ്. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് ഏറ്റവും അവസാനം ഇതിനെ സ്വയം വിമർശനമാണ് എന്ന് പറയുകയാണ്. സ്വയം വിമർശനമായി ഞാനിത് എടുത്ത് പറഞ്ഞതാണ് എന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതല്ലാതായി മാറുമോ? ഇല്ല. അത് പറയുന്നത് എന്താ? ഈ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ ഞാൻ അടക്കമുള്ള നേതാക്കന്മാർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ന്യായീകരിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ലെന്നേ. പറഞ്ഞത് തന്നെയല്ലേ. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളുമാണ് അങ്ങ് പുറത്തേക്ക് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ല എന്ന് അങ്ങേക്ക് സ്ഥാപിക്കാനും കഴിയില്ല. ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചത്? നിങ്ങൾ അവരോട് വോട്ട് നേടാൻ വേണ്ടി പറഞ്ഞെന്താ, നിങ്ങൾക്ക് KSRTC ബസ്സിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഇപ്പോഴത്തെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് എവിടെ വേണേൽ യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ടൂറ് പോകാം, നിങ്ങൾക്ക് തീർത്ഥാടനം പോകാം, നിങ്ങൾക്ക് കുടുംബമായിട്ട് യാത്ര ചെയ്യാം, അല്ലേ? KC വേണുഗോപാൽ എന്ന് പറഞ്ഞ സംഘടനാ ജനറൽ സെക്രട്ടറിയും ഇവിടെ വന്ന് ബസ്സിനകത്ത് കയറി നിന്നുകൊണ്ട് പറഞ്ഞ എന്താ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, തീർത്ഥാടനം, വിനോദയാത്ര എന്തിനു വേണമെങ്കിലും പോകാമെന്ന് നിങ്ങൾ രണ്ട് ഗ്രൂപ്പുകാരും പറഞ്ഞിരുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇതൊരു വലിയ നഷ്ടത്തിലേക്ക് കലാശിക്കുന്ന കളിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീകളെ അക്ഷരാർത്ഥത്തിൽ പറ്റിക്കുകയാണ് ചെയ്തത്. പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതി ഉണ്ടാക്കിക്കൊണ്ട് പറ്റിച്ചു. എങ്ങനെ പറ്റിച്ചു? സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകളിൽ നിന്ന് അത് ഒഴിവാക്കിക്കൊണ്ട് ഓർഡിനറി ബസ്സുകളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നഗരങ്ങളടക്കമുള്ള നഗരങ്ങളിലെ സിറ്റി ഫാസ്റ്റ് എന്നുള്ള പേരിലേക്ക് കൂടുതൽ ബസ്സുകൾ കൺവെർട്ട് ചെയ്തു. കാര്യം എന്താ? ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഈ പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കൂ. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഓർഡിനറി ബസ്സുകളിൽ പലതും സിറ്റി ഫാസ്റ്റ് എന്ന നിലയിൽ കൺവെർട്ട് ചെയ്തു. അപ്പോഴെന്താ? അവർക്ക് ആ സിറ്റി ഫാസ്റ്റിൽ കയറുന്ന സ്ത്രീകൾ ടിക്കറ്റ് എടുത്ത് യാത്ര തന്നെ ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്തത്? അതിനുശേഷം ഈ പദ്ധതി നടപ്പിലാക്കി നടന്നു വരുന്ന സാഹചര്യത്തിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ പദ്ധതി പോയി.
ഇവിടെ ആ പദ്ധതി നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ അതിനെ 150ഓളം വരുന്ന സർവീസുകൾ മുടങ്ങുമ്പോൾ അതിനിടയ്ക്കുള്ളയും പ്രിയദർശിനി ഓർഡിനറി ബസ്സുകൾ മുടങ്ങുന്നു. എന്നിട്ട് ഈ ബസ്സിൻ്റെ ടയറുകൾ ഊരിയെടുത്ത് ഫാസ്റ്റ് പാസഞ്ചറുകൾക്ക് ഘടിപ്പിച്ചുകൊണ്ട് അത് ഓടുന്നു. അപ്പോൾ പ്രിയദർശിനി വണ്ടികൾ വഴിയിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ഡിപ്പോകളിൽ അതേപോലെ അവശേഷിക്കുന്നു. ബസ്സുകളുടെ കാര്യമായ സർവീസുകളുടെ കുറവുകൾ ഉണ്ടാകുന്നു. ആരാണ് കഷ്ടപ്പെടുന്നത്? ആ കഷ്ടപ്പെടുന്നത് ഈ സ്ത്രീകളാണ്. ഈ സൗജന്യം പ്രതീക്ഷിച്ചുകൊണ്ട് കയറുന്ന സ്ത്രീകൾ തന്നെയാണ്. ഇനിയും അങ്ങ് പറഞ്ഞല്ലോ, പിന്നെ സ്ത്രീകൾ അവരുടെ കുട്ടികളെ പ്രൈവറ്റ് സ്കൂളുകളിലാണ് പഠിപ്പിക്കുന്നത്, സ്വകാര്യ സ്കൂളുകളിലേക്ക് വിടുന്നു, മാനേജ്മെൻറ്റ് സ്കൂളുകളിലേക്ക്. അതിലെന്താണ് തെറ്റ്? നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി പോകുന്ന സ്വകാര്യ സ്കൂളുകളിലേക്കാണ്. തെറ്റില്ല, അത് അവരുടെ ഇഷ്ടമാണ്. അതായത് രക്ഷിതാവിൻ്റെ ഇഷ്ടമാണ് സ്വന്തം മക്കൾ എവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത്, അല്ലേ? എന്നിട്ട് സ്ത്രീകൾ പിന്നെ ഇവിടെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർ ദരിദ്രകളാണ്. അവർക്ക് സാമ്പത്തികമായി ഉന്നമനമില്ല. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾ പറഞ്ഞ സ്ത്രീകൾ എല്ലാ സ്ത്രീകൾക്കും എന്ന് പറഞ്ഞു, പക്ഷേ ക്ലാസിഫൈ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അവർക്ക് മാസ വരുമാനം കിട്ടുന്ന സ്ത്രീകൾ, അവരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് ഈ റേഷൻ കാർഡ് തന്നെ പരിഗണിച്ചാൽ മതിയായിരുന്നില്ല. ഇപ്പം റേഷൻ കാർഡ് എല്ലാ സ്ത്രീകളുടെയും പേരിലല്ലേ. ആ റേഷൻ കാർഡ് വെച്ചിട്ട് സ്ത്രീകൾക്ക് സൗജന്യ കാർഡുകൾ ഇഷ്യൂ ചെയ്യാമായിരുന്നു. ഇഷ്യൂ ചെയ്തുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാം. ഇതിപ്പോൾ പിന്നെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന നല്ല അത്യാവശ്യം ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ പോലും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് അത് മാറ്റപ്പെട്ടില്ലേ? ആ രീതിയിലേക്ക് അത് മാറ്റിയില്ലേ? എന്തിനായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു പദ്ധതിയും കൊണ്ട് ഇങ്ങോട്ട് എടുത്ത് പൊക്കിക്കൊണ്ട് വന്നത്? ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സത്യത്തിൽ ആ ഒരു പദ്ധതി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തത്? ജനങ്ങളെ പറ്റിക്കാൻ. എന്നിട്ട് ഈ ഒരു ആക്ഷേപം കേട്ടുകൊണ്ട് ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, ഈ സ്ത്രീകളെല്ലാം ഈ ആക്ഷേപം വഹിച്ചിട്ട് വേണം ബസ്സിൽ കയറാൻ. പണ്ട് ഒരു ചെറിയൊരു ഒരു എനിക്ക് തോന്നുന്നൊരു ഷോർട്ട് ഫിലിമാണെന്ന് തോന്നുന്നു. ഈ ഷോർട്ട് ഫിലിമല്ല, ഒരു ചെറിയൊരു സാധനം. അപ്പോൾ അതിനകത്ത് ഒരാൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അളിയൻ കയറി വരുന്നു. അപ്പം വീട്ടിൽ ചിക്കൻ കൂട്ടിയൊക്കെ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുക. ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അളിയൻ വരുന്നു. അളിയൻ വന്ന് ഭക്ഷണം കഴിക്കുക. അളിയന് ചോറ് കൊടുക്കടി എന്ന് പറയുന്ന അളിയന് ചോറ് വിളമ്പി കൊടുക്കുന്നു. ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭർത്താവ് അവിടെ നിന്നുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്ത കാശൊക്കെ മുടക്കി ചോറൊക്കെ വെച്ച് എവിടെന്നെങ്കിലും ഒരു ചിക്കനും ഒക്കെ മേടിച്ച് കറി വെച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു തെണ്ടി കഴിക്കാൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചോറെടുത്ത അളിയൻ പതുക്കെ ചോറ് താഴേക്ക് വെക്കുന്നു. എന്നിട്ട് അയ്യോ അളിയനെ അല്ല, അളിയൻ കഴിച്ചോ എന്ന് പറയും. ആ പാവപ്പെട്ട അളിയൻ വീണ്ടും ഇങ്ങനെ കഴിച്ചു തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിലും ഇങ്ങനെ എന്നാൽ ഈ വന്ന് കയറുന്ന നാറിക്കൊരു വിചാരം വേണം, ഇവിടുത്തെ ഗൃഹനാഥം വല്ലതും കഴിച്ചോന്നൊന്ന് ചോദിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. വന്ന ഉടനെ എല്ലാം അങ്ങ് വെട്ടി വിഴുങ്ങുക. ഇങ്ങനെ വീണ്ടും ഡയലോഗ് വരുന്ന സമയത്ത് അപ്പം അളിയൻ കഴിപ്പ് നിർത്തി. അപ്പോൾ കഴിപ്പ് നിർത്തിയിട്ട് വീണ്ടും നോക്കും, അയ്യോ അളിയനല്ല, അളിയൻ കഴിച്ചു എന്ന് പറയുന്ന പോലെ ആയിപ്പോയില്ലേ? ഈ നാട്ടിലെ നമ്മളുടെ സ്ത്രീകളെ, നമ്മുടെ അമ്മമാരെയും പങ്ങന്മാരെയും ഭാര്യയെയും ഒക്കെ ഈ രീതിയിൽ അധിക്ഷേപിച്ച ഒരു മന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് എന്നിട്ട് പറയുകയാണ്, പിന്നെ ധർമാശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നു. സർക്കാർ ആശുപത്രിയിലെ ചികിത്സ എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഔദാര്യമല്ല. ഹേ, ഈ സർക്കാർ UDFൻ്റെ പിന്നെ VD സതീശൻ്റെ നേതൃത്വത്തിൽ വന്ന UDF സർക്കാർ കൊടുക്കുന്ന ഔദാര്യമല്ല, അത് അവകാശമാണ്. ഏതൊരു പൗരൻ്റെ അവകാശമാണ്. ഈ വിദ്യാഭ്യാസം, മികച്ച വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു? സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. മികച്ച വൈദ്യസഹായം നമ്മുടെ നാട്ടിലെ പൊതുജനത്തിന് ലഭ്യമാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്നേ. ആ ഉത്തരവാദിത്തം നടപ്പിലാക്കണം. അല്ലാതെ അവിടെ പോയി സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്ന വീട്ടുകാരെ അല്ലെങ്കിൽ ആളുകളെ അവിടേക്ക് പോയി തിണ്ണ നിരങ്ങുന്നവരായും വരാന്തയിൽ കിടക്കുന്നവരായും പരിഹസിക്കാൻ പാടില്ല ഒരു സർക്കാരും ഒരു മന്ത്രിയും. അതാണ് വേണ്ടത്. ഈ പറയുന്ന സർക്കാർ ആശുപത്രിയിൽ വരുന്ന എല്ലാം ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെ മന്ത്രി ഉദ്ദേശിക്കുന്ന ദരിദ്രന്മാരാണോ? അല്ലല്ലോ. സർക്കാർ ആശുപത്രിയിൽ ദരിദ്രനെന്നില്ല, പണക്കാരനെന്നില്ല, ആർക്കും അവർക്ക് വേണ്ട ചികിത്സ നൽകുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഇമാതിരി വർത്തമാനം ഒരു മന്ത്രി എന്നുള്ള നിലയിലിരുന്നു, അതൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നുള്ള നിലയിലിരുന്നുകൊണ്ട് അങ്ങ് സംസാരിക്കാൻ പാടില്ലാത്തത് തന്നെ ആയിരുന്നു. അത് ആത്മവിമർശനമാണെങ്കിലും എന്താണെങ്കിലും. ഇവിടെ ഇതിനു മുൻപും ഇവിടെ കേരളം ഭരിച്ച സർക്കാരുണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപും ഇവിടെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഇവർ മേടിക്കുന്ന ആനുകൂല്യങ്ങളും സൗജന്യങ്ങളുമൊക്കെ ഞങ്ങൾ അങ്ങ് കൊടുക്കുക, ദരിദ്രന്മാർക്ക് കൊടുക്കുന്നതാണ് എന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സർക്കാർ ഇതിനു മുൻപ് ഭരിച്ചിരുന്നവർ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് വീണിട്ടുണ്ടോ ഇതുമാതിരി ഉത്തരവാദിത്വമില്ലായ്മ? എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവിടുത്തെ കേരളത്തിലെ വീട്ടമ്മമാർക്ക് വേണ്ടി 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷനല്ല, സ്ത്രീ സുരക്ഷാ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരുന്നു. ആ പദ്ധതി വെട്ടിക്കുറച്ചു, അതില്ലായ്മ ചെയ്തു. അതില്ലായ്മ ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്? ഇതിനകത്ത് അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളിത് പുനഃപരിശോധിച്ചതിന് ശേഷം ഈ പദ്ധതി നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കാം എന്നാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞത്.
എന്നിട്ട് ഇതുവരെ അത് പഠിച്ചു കഴിഞ്ഞില്ലേ? ഇതുവരെ പഠിച്ചിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് പറയുകയാണ് നമ്മുടെ സ്ത്രീകളെല്ലാം ദരിദ്രകളാണ്, കയ്യിൽ പണമില്ലാത്തവരാണ്, അതുകൊണ്ട് സൗജന്യ നിരക്കിൽ തിക്കിത്തിരക്കി പോവുകയാണ് എന്നാണ് പറഞ്ഞത്. ഇത് മുൻപ്, അതായത് UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപും KSRTC എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ ഓടിയിട്ടുണ്ട്. അതിനകത്ത് സ്ത്രീകൾ യാത്ര ചെയ്തിട്ടുമുണ്ട്, ഇവിടുത്തെ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവരുടെ അഭിമാന സംരക്ഷണാർത്ഥം അവർ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് തന്നെയാണ് യാത്ര ചെയ്തത്. നിങ്ങൾ ഇമാതിരി ഈ രീതിയിൽ പദ്ധതി ഒരെണ്ണം ആവിഷ്കരിച്ച് വെച്ചിട്ട് ആ പദ്ധതിയിൽപ്പെട്ട ആളുകളെല്ലാം ആ പദ്ധതിയുടെ ഗുണഫലം അനുഭവിക്കുമ്പോൾ അവരെയെല്ലാം ദരിദ്രകളാക്കി മാറ്റുന്ന ഈ ഒരു സമീപനം തെറ്റാണ്. ഇതൊരുമാതിരി ബൂർഷ്വാ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.